ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തര വേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു. आप भी चर्चा चाहते हैं, ये भी चर्चा चाहते हैं और सरकार चर्चा करने को तैयार है. आप आइए, कब चर्चा करनी है, कितनी देर चर्चा करनी है, सरकार चर्चा को तैयार है. आप आइए चर्चा करने को. ऐसे गैलरी में बैठकर चर्चा नहीं होगी. चर्चा होगी, आप अपनी सीट पर बैठे, कितनी देर करनी है, किस नियम के तहत करिए, आप बैठिए. सरकार ने कहा है कि खुले मन से कहा है, चर्चा को तैयार है और सबका मत आ गया है. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIBയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGov എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി.
1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകട സ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്. ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 2025-26 13.11 ലക്ഷം കോടി രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം കോടി രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടി രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ 2ാം മത്സരം ശനിയാഴ്ചയും 3ാം മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലീന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 2-നാണ് ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.